ഇന്നലെ വരെ അയലത്തെ അദ്ദേഹമായിരുന്നയാൾ ഇന്നു മുതൽ ബന്ധുവാകുന്ന കാഴ്ച. ഇന്ത്യ അഫ്ഗാൻ ബാന്ധവത്തെ ഒറ്റ വാക്യത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. അതുമല്ലെങ്കിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന സിദ്ധാന്തം പ്രയോഗിച്ചാലും അത്ര തെറ്റു പറയാനൊക്കില്ല. വർഷങ്ങളായി ഒരു ഇടനിലയോ ഇടനാഴിയോ വെച്ചു പുലർത്തിയിരുന്ന നയതന്ത്രം ഒടുവിൽ ഇപ്പോൾ ഇന്ത്യ പരസ്യമാക്കുകയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ശത്രുവായതടക്കം മധ്യേഷ്യയിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ ഇന്ത്യയെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഴയ കാണ്ഡഹാർ വിമാന റാഞ്ചൽ അടക്കമുള്ള ശത്രുതാ നടപടികൾ മറന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ കൈപിടിക്കുന്നത്. ഇക്കാര്യത്തിൽ വിമർശനങ്ങൾക്ക് ഏറെ സ്കോപ്പുണ്ടെങ്കിലും അഫ്ഗാൻ താലിബാൻ ഭരണകൂടവുമായുള്ള ചങ്ങാത്തം പുതിയ കാലഘട്ടത്തിന് അനുസൃതമാണ് എന്ന് പറയാതെ വയ്യ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിക്ക് സ്വാഗതമോദിക്കൊണ്ട് അത്തരമൊരു പുതിയ കാല നയതന്ത്രത്തിനാണ് ഇന്ത്യ തുടക്കമിട്ടിട്ടുള്ളത്. ഭൂതകാലത്തെ ശത്രുത മറന്നുകൊണ്ട് അഫ്ഗാനുമായി ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറെടുത്തതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ഇന്ത്യയുടെ ആജന്മ ശത്രുവായ പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ശത്രുപക്ഷത്താണ് എന്നുള്ളതാണ്. ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാന്റെ അടുത്ത ബന്ധുക്കളായിരുന്ന പാകിസ്ഥാനാണ് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് എന്ന വിശദീകരണത്തോടെ അഫ്ഗാനിസ്ഥാനിൽ ബോംബ് പൊട്ടിച്ചത്. അതിൽ ഒരു യാദൃച്ഛികതയുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഈ ആക്രമണം നടത്തിയത് അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി അടുക്കുന്നതിന്റെ ദേഷ്യമാണോ ഈ ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ പ്രകടിപ്പിച്ചത് എന്ന് സംശയിച്ചാലും തെറ്റു പറയാനൊക്കില്ല. ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും തൽക്കാലം കരക്കിരുന്ന് കളി കാണുക എന്നതാകും ഇന്ത്യയുടെ നയം. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം നേരിടുന്ന ഒരു ഭരണകൂടമാണ് നിലവിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ അന്താരാഷ്ട്ര പങ്കാളിയായി അവരെ കാണാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. ഉപരോധം നിലനിൽക്കുന്നതിനാൽ അമീർ ഖാൻ മുത്തഖിയുടെ യാത്രയ്ക്ക് UN സുരക്ഷാ സമിതി പ്രത്യേക ഇളവ് നൽകുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധിക്ക് സാധാരണയായി നൽകേണ്ട ബഹുമതികളോ പാലിക്കേണ്ട നയതന്ത്ര മര്യാദകളോ പൂർണ്ണമായി നൽകാൻ ഇന്ത്യൻ സർക്കാരിന് സാധിക്കുകയുമില്ലായിരുന്നു. മാത്രമല്ല, പഴയ ശത്രുത മറന്നുകൊണ്ടാണ് താലിബാന്റെ രണ്ടാം വരവിൽ ഇന്ത്യ ബന്ധം സ്ഥാപിച്ചതും. 2021 താലിബാൻ അഫ്ഗാൻ ഭരണത്തിൽ മടങ്ങിയെത്തിയ ശേഷം ദിവസങ്ങൾക്കകം ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറായിരുന്ന ദീപക് മിത്തൽ അന്ന് ദോഹയിലെ താലിബാൻ പൊളിറ്റിക്കൽ ഓഫീസിന്റെ ചുമതല വഹിച്ചിരുന്ന ഷേർ മുഹമ്മദ് അബ്ബാസ് സ്ഥാനിക്സിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ 2022 ഇന്ത്യ ഒരു സാങ്കേതിക സംഘത്തെ അഫ്ഗാനിൽ നിയോഗിക്കുകയും ചെയ്തു. രണ്ടാം താലിബാൻ ശരിക്കും പാകിസ്ഥാന്റെയും ISIയുടെയും സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു വന്ന ഒന്നായിരുന്നു. ലഷ്കർ എ തൊയ്ബ, അൽ ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളെ സ്വന്തം മണ്ണിൽ നിന്ന് തുരത്തിക്കൊണ്ടായിരുന്നു താലിബാന്റെ ഇത്തവണത്തെ രംഗപ്രവേശം. വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെ കൂടി സഹായത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ താലിബാൻ നടത്തിയ ഈ ശുദ്ധികലശം പാകിസ്ഥാന് ശരിക്കും തിരിച്ചടിയായിരുന്നു. ISIയുടെയും പാകിസ്ഥാന്റെയും സൂചനകൾക്കനുസരിച്ച് താലിബാൻ പ്രവർത്തിക്കുമെന്ന മുൻ ധാരണകളെയാണ് ഇത് തിരുത്തിക്കുറിച്ചത്. തീർത്തും മതഭ്രാന്തന്മാരായ എന്നാൽ അതിലുപരി രാജ്യസ്നേഹികളായ ഒരു പുതിയ താലിബാനെയാണ് ഈ രണ്ടാം വരവിൽ കാണുന്നത്. ഇപ്പോൾ ശത്രുപക്ഷത്തുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം പോരാരംഭിച്ചിട്ടുണ്ട്. അഫ്ഗാനിൽ പാകിസ്ഥാൻ വ്യോമ പീരങ്കി ആക്രമണങ്ങൾ നടത്തിയപ്പോൾ തിരിച്ച് ഒളിയാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ അഫ്ഗാനിസ്ഥാനെ കൂടി ഉൾപ്പെടുത്തി ബന്ധം നിലനിർത്താൻ ചൈനയും കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യക്ക് അഫ്ഗാൻ കളത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ സൗകര്യമൊരുക്കും വിധമാണ് നിലവിലെ സാഹചര്യങ്ങളുടെ വികാസം. ഒട്ടേറെ പരിമിതികൾ നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $100 കോടി എന്ന കടമ്പ കടന്നു. വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും ചികിത്സ തേടുന്നവർക്കുമുള്ള വിസ നടപടികൾ ലഘൂകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റും ബോളിവുഡും ഹിന്ദി സംഗീതവും ഒരുക്കി നൽകുന്ന സാംസ്കാരികമായ അടുപ്പം കൊണ്ട് അഫ്ഗാൻ മനസ്സുകളിൽ അതിന്റെ പഴയ സ്ഥാനം വീണ്ടെടുക്കാൻ ഇന്ത്യക്ക് കഴിയും. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ താല്പര്യത്തിന് പല കാരണങ്ങളുമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റം ഭയന്ന ബ്രിട്ടീഷ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഇടയ്ക്കുള്ള സുരക്ഷാ മേഖല പോലെയാണ് കണ്ടത്. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെയും പ്രാഥമിക ഉദ്ദേശം അതുമാത്രമായിരുന്നു. നൂറ്റാണ്ടുകളായി ആക്രമികൾക്ക് ഇന്ത്യയിലേക്കുള്ള കവാടമായിരുന്ന അഫ്ഗാനിസ്ഥാൻ സുഹൃദ് രാജ്യമായി കൂടെയുണ്ടാകണം. പാകിസ്ഥാനിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ അരക്ഷിതബോധം സൃഷ്ടിക്കണം. ഇന്ത്യയുമായുള്ള കിഴക്കൻ അതിർത്തിയിൽ അവർ സൈന്യത്തെ വിന്യസിക്കാതെ നോക്കുകയും വേണം. അതിനായി പാകിസ്ഥാന്റെ പടിഞ്ഞാറുള്ള ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യ സുഹൃത്തുക്കളാക്കി. ധാതുക്കളും ലോഹങ്ങളും എണ്ണയും പ്രകൃതിവാതകവുമെല്ലാം ഏറെയുള്ള മധ്യേഷ്യയിൽ ഇന്ത്യക്കും താല്പര്യമുണ്ട്.
ഇറാനിലെ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ പങ്കാളിയാകുന്നതും അവിടെ നിന്ന് അഫ്ഗാനിലേക്ക് റോഡ് നിർമ്മിക്കുന്നതുമെല്ലാം ഈ ലക്ഷ്യങ്ങളോടെയാണ്. അഫ്ഗാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഇതാണ് എന്ന വിലയിരുത്തലിലാണ് നിലവിലെ നീക്കങ്ങൾക്ക് പിന്നിൽ. അല്ലെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അവിടെ നടത്തിയ നിക്ഷേപങ്ങൾക്ക് ഫലമുണ്ടാകില്ല എന്നാണ് കണക്കുകൂട്ടൽ.